Hello, my dear students. Welcome to our classes. Okay, +1 എക്സാംസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ +2 വരികയാണ് അല്ലെ. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് +2 ഫിസിക്സ് എന്നുള്ളത് നല്ലൊരു സംശയത്തിൽ നിൽക്കുകയായിരിക്കും. നിങ്ങൾക്ക് അറിയാം +1 നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണോ +2 നിങ്ങൾ വരുമ്പോൾ പഠിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ +2 ഫിസിക്സ് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ അപ്പൊ +1 ഫിസിക്സിൽ നിങ്ങൾ പഠിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് +2 ആവശ്യമായിട്ട് വരുന്നുണ്ട്. വെക്ടർ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ 10th പഠിച്ച ഒരു സിലബസ്, നിങ്ങൾ ഏകദേശം 9th പഠിച്ച ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ +1 കണ്ടിട്ടുണ്ടാവുക. അപ്പൊ 10th പഠിച്ച ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഒരു ഹയർ ഓർഡർ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ +2 പഠിക്കുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഓർഡർലി ബേസിസിലാണ് നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നത്. സോ ആദ്യം തൊട്ട് വളരെ നീറ്റ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു +2 സിലബസ് ബേസ് ചെയ്തിട്ട് നമുക്ക് നിരവധി എൻട്രൻസ് എക്സാംസുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ +2 സിലബസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് പല എക്സാംസും നമ്മൾ എഴുതുന്നത്. സോ അതുകൊണ്ട് +2 നമുക്കൊരു ഇമ്പോർട്ടൻസ് അത് കുറച്ച് കൂടുതലാണ്. സോ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനൽ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലെ എല്ലാ എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ആദ്യം തൊട്ട് ഓരോ പോയിന്റും പഠിച്ചു വരിക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ +2 ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ചാർജസ് ആൻഡ് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഒക്കെ വരുന്നത്. ഓക്കെ, ദെൻ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു ചാർജസ് അല്ലെങ്കിൽ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രോപ്പർട്ടി ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചാപ്റ്റേഴ്സ് ത്രൂ ഔട്ട് പോകുന്നത് ബേസ് ചെയ്തിട്ട് ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ദെൻ ഒരു 6 to 7 ചാപ്റ്റേഴ്സ് വരെ ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടി വരുന്നുണ്ട് ആ അടുത്ത ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും എന്താണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരുന്നു. അവിടെ നമ്മൾ ലൈറ്റിനെ പറ്റി പഠിക്കുന്നു. ഇതെല്ലാം നമ്മൾ 10th പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. സോ അപ്പൊ അതിന്റെയൊക്കെ ഒരു ഹയർ ഓർഡർ എന്നുള്ള രീതിയിലാണ് നമ്മൾ 12th പഠിക്കുന്നത്. 12th പഠിക്കുന്നത് വളരെ ക്ലിയർ ആയി പഠിച്ചു പോവുക എന്നത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. സോ +1 കഴിഞ്ഞ് നിങ്ങൾക്കറിയാം +1 നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ +2 പഠിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കൃത്യമായി അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ ബേസിക്സും പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എക്സാം എഴുതുമ്പോൾ കൺസെപ്റ്റ് വളരെ നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യാനും കാര്യങ്ങളും എല്ലാം നമുക്ക് +2 കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഈ ഒരു ഇയർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പൊ +2 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ +1 പ്രിപ്പയർ ചെയ്തതുപോലെയല്ല, കുറച്ചും കൂടി എന്ത് ചെയ്യണം, ആ ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ലേണിംഗ് നിങ്ങൾ കൂട്ടണം. അതിനകത്തെ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ. സോ ഈ ഒരു ഇയർ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് അവർ സെഷൻസ്. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ഫിസിക്സ് ക്ലാസ്. അപ്പൊ നമ്മുടെ ക്ലാസ് 12 ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ അപ്പൊ നിങ്ങൾ ക്ലാസ് 12 പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിരുന്നോ? സോ ഇനി നമുക്ക് ആ ഡൗട്ട്സ് ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. ഇലക്ട്രിക് ചാർജസ്, നിങ്ങൾ ചാർജസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ചാർജസ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ ചാർജ്? നമുക്ക് പലപ്പോഴും നമ്മൾ കറണ്ടിന്റെ കേസും ഒക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ചാർജ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ കേസൊക്കെ പറയാറുണ്ട്, ചാർജ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇത് മാത്രമാണോ ചാർജുകളായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്? നമുക്ക് പല തരത്തിലുള്ള രീതിയിലുള്ള എക്സ്പീരിമെന്റ്സ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്കെയില് തലയിൽ ഉരച്ചിട്ട് നമ്മൾ ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തേക്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പേപ്പർ കഷ്ണങ്ങൾ വന്നിട്ട് ആ സ്കെയിലിൽ ഒട്ടിപ്പിടിക്കാറുണ്ട് അല്ലെ. ഇതിന് കാരണം എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അതുപോലെ നമ്മൾ TV സ്ക്രീനുകൾ അതിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മള് കയ്യിലേക്ക് ഒരു എന്താണ്
ഈ രോമങ്ങള് കുറച്ചൊന്ന് അട്രാക്ട് ചെയ്യാറുണ്ട് അല്ലെ ആ സ്ക്രീനുകളിലേക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സോ ഇതൊക്കെ ബേസ് ചെയ്യുന്നത് സം ചാർജസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതുപോലത്തെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ദെൻ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ചാർജസ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർജസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പല എക്സ്പെരിമെന്റുകളിലൂടെ. സോ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റുകളിലും എന്തുണ്ട്? ചാർജുകളുണ്ട്. ആ ചാർജുകളെ നമ്മൾ സ്റ്റേഷനറി ചാർജസ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റേഷനറി ചാർജസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഈ ചാർജുകളെ പറ്റി ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ എന്താണ് ഈ ചാർജ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ചാർജസ് ആണ് ഉള്ളത് എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാ ഒബ്ജക്റ്റിലും ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചാർജിന്റെ അല്ലെങ്കിൽ ഒരു ചാർജ് ഉള്ളതായിട്ട് ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടില്ല, അല്ലെങ്കിൽ നമുക്കൊരു അവിടെ ചാർജ് ഉള്ളതായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഈ ഒരു ടൈമിൽ നമ്മൾ എന്താണ് പറയുന്നത്? ആ ഒരു ഒബ്ജക്റ്റ് ന്യൂട്രൽ ഒബ്ജക്റ്റ് ആണെന്നും ആ ഒരു ഒബ്ജക്റ്റിൽ ഏതോ പർട്ടിക്കുലർ ചാർജ് വരുന്ന സമയത്ത് മറ്റൊരു ഒബ്ജക്റ്റിനെ അത് അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റിനെ അത് റിപ്പൽ ചെയ്യുന്നു, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ചാർജസിനെ പറ്റിയാണ്. ചാർജസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ചാർജസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് രണ്ട് ചാർജസ്? രണ്ട് ചാർജസിനെ നമ്മൾ പറയുന്നു. രണ്ട് ചാർജസ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ചാർജസുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ചാർജുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂവിനെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ പൊളാരിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പൊളാരിറ്റി ഓഫ് ചാർജസ് ഓക്കെ, പൊളാരിറ്റി ഓഫ് ചാർജസ്. ഈ ചാർജ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ചാർജസ് ആണ് കണ്ടിട്ടുള്ളത്? പോസിറ്റീവ് ചാർജ് കണ്ടിട്ടുണ്ട്, അതുപോലെ നെഗറ്റീവ് ചാർജ് കണ്ടിട്ടുണ്ട്. അപ്പൊ പൊളാരിറ്റി ഓഫ് ചാർജസ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറയുന്നു. 1 പോസിറ്റീവ് ഓഫ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് പറഞ്ഞു. പല കേസിലും നമ്മൾ ചില ഒബ്ജക്ട്സ് അടുത്ത് കൊണ്ടുവരുമ്പോൾ അത് അട്രാക്ട് ആകുകയും ചില ഒബ്ജക്ട്സ് അടുത്ത് കൊണ്ടുവരുമ്പോൾ അത് റിപ്പൽ ആകുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്? ഇവിടെയും നമ്മൾ ചാർജിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോമ്പ് എടുത്തിട്ട് അതിനടുത്തേക്ക് ഒരു പേപ്പർ സ്ട്രിപ്പ് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഒരു സ്കെയില് നമ്മൾ തലയിൽ ഉരച്ച ശേഷം അതിനടുത്തേക്ക് ഒരു പേപ്പർ സ്ട്രിപ്സ് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അട്രാക്ഷൻ ആകുന്നു. അവിടെ എന്തുകൊണ്ടാണ് അട്രാക്ട് ആവുന്നത് എന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഒരേ ചാർജസ് ആണെങ്കിൽ, രണ്ട് ചാർജസ് അത് സെയിം ആണെങ്കിൽ, ഒരേ പൊളാരിറ്റിയിലുള്ള ചാർജസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? ദേ ആർ ലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു? റിപ്പല് ചെയ്യുന്നു. ലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു? റിപ്പല് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അൺലൈക്ക് ചാർജസിന് എന്താണ് സംഭവിക്കുന്നത്? അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട്. അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലുള്ള ഒരു പോസിറ്റീവും നെഗറ്റീവും ചാർജ് ആണ് വരുന്നതെങ്കിൽ, പോസിറ്റീവും നെഗറ്റീവും ചാർജ് അടുത്തടുത്ത് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. അട്രാക്ട് ചെയ്യുന്നു. ദെൻ പോസിറ്റീവ് ചാർജ് അതുപോലെ നെഗറ്റീവ് ചാർജസ് അടുത്തടുത്ത് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? റിപ്പല് ചെയ്യുന്നു. ഓക്കെ, സോ ലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു? റിപ്പല് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ചാർജുകൾ മെറ്റീരിയൽസിലുണ്ട്, അല്ലെങ്കിൽ ഈ ചാർജുകൾ അടുത്തടുത്ത് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിലെ ചാർജ് എപ്പോഴും അവിടെ ഒരു ചാർജ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ, ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ഒബ്ജക്റ്റ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ന്യൂട്രൽ ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് അതിന് ചാർജ് കിട്ടുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുന്നു,
അവിടെ പോസിറ്റീവ് നെഗറ്റീവ് കുറെ ചാർജസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏതെങ്കിലും ചാർജ് എന്തെങ്കിലും കാരണവശാൽ മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് പോകുകയോ അല്ലെങ്കിൽ അവിടെ ചില ചാർജസ് മിസ്സാകുകയോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ചാർജസിന്റെ നമ്പർ ഓഫ് ചാർജസ് പോസിറ്റീവോ നെഗറ്റീവോ ഏതാണോ കൂടുതലുള്ളത്, ഇവിടെ പോസിറ്റീവ് ചാർജസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ഇതിനെ എന്താ വിളിക്കുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. ദെൻ നെഗറ്റീവ് ചാർജ് കൂടുതലുള്ള ഒരു സിസ്റ്റം ആണെങ്കിലോ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, സോ അപ്പൊ ഒരു ഒബ്ജക്റ്റില് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ ഈക്വൽ നമ്പർ ആണെങ്കിൽ അത് ന്യൂട്രൽ എന്നും, പോസിറ്റീവ് ചാർജസ് ആണ് കൂടുതലെങ്കിൽ അതിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടും, നെഗറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ അതിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ചാർജിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലുള്ള ചാർജസ് എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞത് എന്താണ്? ചാർജ് ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ്. അപ്പൊ ചാർജിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസിന്റെ പേരാണ് ചാർജ് ഡിറ്റക്ടിങ് ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ആണ്. എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്? ഈ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഡിറ്റക്ട് ചാർജ് ഓൺ എ ബോഡി. ഡിറ്റക്ട് ചാർജ് ഓൺ എ ബോഡി. ഓക്കെ, ഇപ്പൊ ഇലക്ട്രിക് ചാർജസിൽ നമ്മൾ ഈ ഒരു കാര്യമാണ് പഠിച്ചത്. ഒന്ന് നോക്കുക എന്തൊക്കെയാണ്. ചാർജിന് ടു ടൈപ്പ് ഓഫ് പൊളാരിറ്റീസ് ആണുള്ളത്, പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? ലൈക്ക് ചാർജസ് ഒരേപോലെയുള്ള ചാർജുകളാണെങ്കിൽ റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ചാർജ് ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ചാർജ് ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസിന്റെ പേരാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അങ്ങനെയാണെങ്കിൽ ചാർജസിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ചാർജസിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഒരു സിസ്റ്റത്തിൽ കുറെ ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനൊരു സിസ്റ്റം കൺസിഡർ ചെയ്തു. ഇവിടെ കുറെ ചാർജസ് ഉണ്ട്. പ്ലസ് Q1 പ്ലസ് Q2 ദെൻ മൈനസ് Q3, ലൈക്ക് കുറെ ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ പ്ലസ് മൈനസ് അങ്ങനെ കുറെ ചാർജസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതാണോ കൂടുതലുള്ളത് അതാണ് ആ ഒബ്ജക്റ്റിന്റെ ചാർജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വിചാരിക്കൂ, ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ കുറെ ചാർജസ് ഉണ്ടെങ്കിൽ ഈ ചാർജുകളെല്ലാം കൂടി കൂട്ടുന്നതാണ് അതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ അത് ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, അപ്പൊ എന്താണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്? അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സിസ്റ്റം ഓഫ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ സിസ്റ്റം ഓഫ് ചാർജിന്റെ അഡീഷൻ, ഈ സിസ്റ്റം ഓഫ് ചാർജ് എല്ലാം കൂടി കൂട്ടുന്നു. അങ്ങനെ Qn വരെ ഉള്ളത് കൂട്ടുന്നു. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ചാർജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്താ? അഡീഷൻ ഓഫ് ചാർജസ് ആണ് അല്ലെ. അഡീഷൻ ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ആണ് ആ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെയാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പൊ ചാർജിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടീസ് എന്താ? ഒരു സിസ്റ്റത്തിലെ ചാർജ് എല്ലാം കൂടി കൂട്ടിയാൽ മാത്രം മതി ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജ് ഈസ് കൺസേർവ്ഡ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം മാസിന്റെ കേസിലും എനർജിയുടെ കേസിലും ഒക്കെ കൺസർവേഷൻ ലോസ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എനർജിയുടെ കേസിൽ എന്താണ് നിങ്ങൾ പഠിച്ചത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ടു ബി ഡിസ്ട്രോയിഡ്. ലൈക്ക് നമുക്ക് ഇവിടെയും പറയാം ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജസ് ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് not to be destroyed. It only transfer from
one body to another body, one body to another body. അതുപോലെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് in an isolated system. ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുന്നു, ഇത് ഐസൊലേറ്റഡ് ആണെങ്കിൽ ഇതിന് മറ്റുള്ള ബോഡികളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരു സിസ്റ്റവുമായിട്ട് ഇതിന് എന്തില്ല, കോണ്ടാക്ട് ഇല്ലെങ്കിൽ, ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ ചാർജസ് എന്താണ്, ചാർജസ് ആർ കൺസേർവ്ഡ്, ചാർജസ് ആർ കൺസേർവ്ഡ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ എവിടെ ഉള്ളത്? ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ്, നമ്മൾ പറഞ്ഞ അല്ലെ ബേസിക് പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് ചാർജസിന്റെ കേസ് പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ബേസിക് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ബേസിക് പ്രോപ്പർട്ടി? വൺ ഈസ് അഡിക്റ്റിവിറ്റി ഓഫ് ചാർജ്. അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ചാർജും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ദി ചാർജസ് ഈസ് കൺസേർവ്ഡ്. ചാർജസ് കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ചാർജസ് എന്താണ്? കൺസേർവ്ഡ് ആണ്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ചാർജസ് എന്താണ്? അവിടെ കൺസേർവ്ഡ് ആണ്. ഓക്കെ, മുന്നോട്ട് പോകാം. Then next, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്ന് നോട്ട് ചെയ്യുക. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ഒരു ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസിന്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. എന്താണ് ഇലക്ട്രോണിന്റെ ചാർജ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജും ആണെങ്കിൽ ഒരു സിസ്റ്റത്തിലെ ചാർജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ പ്രോട്ടോണിനെ ഇലക്ട്രോണിനെ നമ്മൾ ഇ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ച് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ഇയും ഇലക്ട്രോൺ ആണെങ്കിൽ നെഗറ്റീവ് ഇയുമാണ്. ദെൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ എന്നുള്ളതാണ്. സോ Q ഈസ് ഈക്വൽ ടു, we says that this is plus or minus Ne. The equation is Q is equal to plus or minus Ne. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോണിനെ എന്താണ് മൈനസ് ഇ വെച്ചിട്ടും പ്രോട്ടോണിനെ പ്ലസ് ഇ വെച്ചിട്ടുമാണ്. എന്താണ് ഒരു ഇ എന്ന് പറഞ്ഞാൽ? ഇയുടെ ചാർജ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 1.602192 into, so 1.602, just take value 10 raised to minus 19 കൂളം. ഈ ഒരു ചാർജിന്റെ വാല്യൂ എന്താണ്? 1.602 into 10 raised to minus 19 കൂളം ആണ്. Then യൂണിറ്റ് ഓഫ് ചാർജ്, യൂണിറ്റ് ഓഫ് ചാർജ് Q എന്ന് പറയുന്നത് എന്താണ്? കൂളംബ് ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളംബ് ആണ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് C എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. സോ നമുക്കറിയാം കൂളംബ് എന്ന് പറയുന്നത് ഒരു ചാർജ് ആണ്. ബട്ട് ഇതില് ചെറിയ ചാർജസ്, അതായത് ഇതിനേക്കാളും കൂളംബ് എന്ന് പറയുന്ന ഒരു വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വാല്യൂസ് കൂടി ഉണ്ട്. 1 മൈക്രോ കൂളംബ് ആൻഡ് മില്ലി കൂളംബ്. അപ്പൊ മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈക്രോ കൂളം, 1 മ്യൂ സി എന്നാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. എന്ന് പറയുന്നത് 10 raised to minus 6 കൂളംബ് ആണ്. വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 raised to minus 6 കൂളംബ് ആണ്. ആൻഡ് 1 മില്ലി കൂളംബ് എന്ന് പറയുന്നത് 10 raised to minus 3 കൂളംബ് ആണ്. അപ്പൊ 1 മൈക്രോ കൂളംബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 10 raised to minus 6 കൂളംബ്. ആൻഡ് 1 മില്ലി കൂളംബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 10 raised to minus 3 കൂളംബ്. ഓക്കെ,